മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 14-ാം അധ്യായമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തീർത്ത്. നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. കൊരിന്ത സഭയിലെ സാമൂഹികവും സാന്മാർഗികവുമായ ക്രമക്കേടുകളെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ച ശേഷം പൗലോസ് ആദ്യം തുടങ്ങുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അവസാനം ആയപ്പോഴത്തേക്ക് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് ഈ 15-ാമത്തെ അധ്യായം. പുനരുത്ഥാനം എന്ന് പറയുന്ന രക്ഷാ പദ്ധതിയുടെ ഏറ്റവും അഭിവാജ്യമായ ഒരു ഘടകമായിട്ടാണ് ഇവിടെ പൗലോസ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ പുനരുത്ഥാനം ഇല്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ ഈ ഗൗരവമായ വിഷയത്തിലെ പ്രബോധനങ്ങളാൽ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് സദൂക്യർ അവർ പുനരുത്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അഥേനയിലെ തത്വജ്ഞാനികൾ അവർ പുനരുത്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിലെ 26-ാം അധ്യായത്തിലെ അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 17 എല്ലാം കാണാം. ഇവരൊന്നും പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇവരുമായിട്ടുള്ള സമ്പർക്കം മൂലം കോരിന്തിലും പുനരുത്ഥാനം നിഷേധിച്ച ചിലരുണ്ടായിരുന്നു എന്ന് കരുതാം. അതുപോലെ ഗ്രീക്കുകാർ അവർ ആത്മാവിൻ്റെ അമർത്യതയിൽ വിശ്വസിച്ചു. ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് വിശ്വസിച്ചെങ്കിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനം അവർക്ക് ഭോഷത്വമായിരുന്നു. ശരീരം അങ്ങ് ഇല്ലാതെയായിപ്പോവും. അതുകൊണ്ട് അതൊരു ഭോഷത്വമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇത് ഒരു 3-4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കണം. ഞാനിതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നമ്മളിന്ന് ഒരു 5 വാക്യം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തീർക്കാം എന്ന് വിചാരിക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 1 മുതൽ 7 വാക്യം വരെ ഞാൻ വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ വിശ്വസിച്ച് വൃഥാവെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തിൻ്റെ കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്ന ചിലരോ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിന് പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാജലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഇവിടെ ഈ അധ്യായത്തെ നമ്മൾ 4ആയിട്ട് അപഗ്രഹിച്ചാൽ, 1 ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അപ്പോസ്തലിക സാക്ഷ്യത്തിൻ്റെ ഒരു ഘടകമായിട്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ ആ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്ന് അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്ന ഭാവമാണ്. പിന്നീട് ഈ അധ്യായം അങ്ങോട്ട് താഴോട്ട് പോയാൽ മരിച്ചവർ ഉയർപ്പിനെ കുറിച്ചുള്ള പ്രതിപാദനമാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രതിപാദനമാണ്. അത് 12 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. പിന്നീട് കാണുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം, എങ്ങനെയാണ് നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത് എന്നൊക്കെയുള്ള ഉപദേശങ്ങളാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ശരീരം എങ്ങനെ വരും എന്നുള്ള പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചുള്ള ഉപദേശം 35 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. പിന്നെയുള്ള 50 തൊട്ട് 58 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയുടെ പ്രത്യാശ എന്താണെന്നുള്ളതാണ് കാണുന്നത്. വിശ്വാസി എങ്ങനെയാണ് ഉള്ള പ്രത്യാശ എന്നുള്ളത്. അന്നേരം നമ്മൾ ഇന്ന് ഈ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഇത് 1 മുതൽ 11 വരെ അപ്പോസ്തല സാക്ഷ്യമാണ് കൂടുതലായിട്ട് അതിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞു, അപ്പോസ്തല സാക്ഷ്യത്തിനകത്ത് 1 നമ്മൾ ഓർക്കേണ്ടത് കോരിന്ത്യർക്ക് പൗലോസ് നൽകിയ വിശ്വാസ പ്രമാണമാണ്. കോരിന്ത്യർക്ക് നൽകിയ വിശ്വാസ പ്രമാണം അതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ പറഞ്ഞാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അത് പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. ഇവിടെ ക്രിസ്തുവിൻ്റെ കോരിന്ത്യർക്ക് പൗലോസ് കൊടുക്കുന്ന ഈ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലെ ശരിക്കുമുള്ള സാക്ഷികൾ ആരൊക്കെയാണ്,
ഈ വിശ്വാസ പ്രമാണം സംബന്ധിച്ച് പൗലോസും മറ്റ് അപ്പോസ്തലന്മാർക്കുള്ള അഭിപ്രായം. അത് ഈ കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിലുള്ളത്. അപ്പോസ്തലൻ കോരിന്ത്യരോട് സുവിശേഷം പ്രസംഗിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിലെല്ലാം കാണുന്ന കാര്യമാണ്. അത് സുവിശേഷത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയുന്നു. ഞാൻ സുവിശേഷിച്ചത് അത് 2-ാം അധ്യായത്തിൽ പറയുന്നു. എനിക്ക് ലഭിച്ചത് എന്നുവെച്ചാൽ പൗലോസിന് ലഭിച്ചത് എന്താ, നേരിട്ടുള്ള വെളിപ്പാടുകൾ പൗലോസിന് ലഭിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ താൻ പ്രാപിച്ചത്. കൊരിന്ത്യർ 11:21 പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. നമ്മളെ വിശുദ്ധ സംസർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവത്താഴത്തെക്കുറിച്ച് പറയുന്ന കാര്യം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ഗലാത്യർ 1:12 ഇങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്, ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് അത്രേ പ്രാപിച്ചത്. അന്നേരം ഒരുപാട് കാര്യങ്ങൾ പൗലോസിന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിലാണ് വന്നതെന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന വർത്തമാനകാലത്തിൽ പൗലോസ് അത്രയും കൺഫേംഡ് ആയിരുന്നു. പൗലോസിന് ഇതൊക്കെ തന്നെ ലഭിച്ച് കഴിഞ്ഞ കാലത്തിലെല്ലാം വെളിപ്പാടിൽ കിട്ടിയ കാര്യം അതെല്ലാം സുവിശേഷത്തിലെ കൂടി പൗലോസ് ഇവിടെ കോരിന്ത്യർക്ക് പഠിപ്പിക്കുകയാണ്. അതിൽ ആ സുവിശേഷത്തിലെ സ്ഥിരത വരുന്ന ഒരാൾ ഒരിക്കലും വഴുതിപ്പോവാതെ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് ഇടവരുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് അവരുടെ ഭാവി കാലം എന്നുവെച്ചാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നതല്ല, ഇനി പെടുവാനുള്ളതും ആയിട്ടുള്ളവരുടെ ഭാവി കാലം സുരക്ഷിതമാണ്. അത് ആക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ലേഖനത്തിലെ ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ കാര്യം കൂടുതലായിട്ട് പറയുന്നത് എന്ന് നമുക്കറിയാം. പൗലോസെ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഇതായിരുന്നു പൗലോസിൻ്റെ പ്രധാന പ്രസംഗ വിഷയം. ആദിമസഭയുടെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കവും ഇതുതന്നെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നു, 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിലും എല്ലാം ഈ കാര്യം കാണുന്നുണ്ട്. ആദിമസഭയും ചെയ്തത് ഈ രീതിയിലായിരുന്നു എന്നെ കാണുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇത് പൗലോസിൻ്റെ ഒരു സാധാരണ പ്രയോഗമാണ്. എല്ലാ ലേഖനങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണാം, ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. പിന്നെ അതുപോലെ തന്നെ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഇതിനകത്ത് കാണുന്നുണ്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. യേശുവിൻ്റെ മരണം ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവം അല്ലെന്നും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമായി സംഭവിച്ചതാണെന്നും ആണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുപോലെ അടക്കപ്പെട്ടു. യേശുവിൻ്റെ അടക്കം ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു. ഇപ്പോഴും നമ്മൾ പോയാൽ കാണാമല്ലോ കല്ലറ, ഉയർപ്പ് അതുപോലെ തന്നെ ഇപ്പോഴും കാണാം ഓപ്പണായിട്ടുള്ള കല്ലറ. മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഇടയിലുള്ള ഘട്ടം അതും തിരുവെഴുത്തിൻ പ്രകാരം ഉള്ളതാണ് എന്ന് പറയുന്നു. സങ്കീർത്തനം 16:10 വാക്യത്തിൽ ക്രിസ്തു 3-ാം നാൾ ഉയർക്കും എന്നുള്ളതല്ല, തൻ്റെ അഭിഷക്തൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്നാണ് സങ്കീർത്തനം 16:10. അതുകൊണ്ട് ക്രിസ്തു ഉയർക്കും എന്ന് വെച്ചാൽ മരിച്ചതുപോലെ ഇരിക്കുകയില്ല എന്നൊരു അസംഷൻ അല്ലെങ്കിൽ ഒരു ചിന്തയിലാണ് അവിടെ വരുന്നത്. പുതിയ നിയമത്തിൽ 3-ാം നാൾ എന്ന് പലയിടത്തും കാണാം, എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഉള്ള വാക്യം പല സ്ഥലങ്ങളിലും കോട്ട് ചെയ്യുന്ന കാണാം. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു, അതിനെ വീണ്ടും പ്രാപിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് ആ നല്ല ഇടയൻ പറയുന്നു. യോഹന്നാൻ 10:18 പറയുന്നത്. അതിൻ്റെ അത് പുനരുത്ഥാനം തിരിച്ചെടുത്തു എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ശരിയായിരുന്നു എന്നുള്ള തെളിവാണ്. തൻ്റെ ശരീരം കല്ലറയിൽ ശേഷിച്ചിരുന്നെങ്കിൽ തൻ്റെ അവകാശവാദങ്ങളൊക്കെ അസത്യമാകുമായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാന അടിസ്ഥാനമായിരുന്നു പുനരുത്ഥാനം. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയായിരുന്നു പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ആകത്തുക. 2 തിമോത്തിയോസ് 2:8 ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എൻ്റെ സുവിശേഷം. പൗലോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ
2 തിമോത്തി 2:8 പറയുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എൻ്റെ സുവിശേഷം. അതിനുവേണ്ടി പൗലോസ് ചങ്ങല ധരിച്ച് കഷ്ടം സഹിച്ച് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും ആ 5-ാം വാക്യം തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, യേശു ഉയർത്തുന്നേറ്റൻ്റെ തെളിവുകൾ, ഔദ്യോഗിക സാക്ഷികളെക്കുറിച്ച് പറയാം. അതിൽ പറയുന്നത് 12 പ്രത്യക്ഷനായി, പിന്നീട് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരെല്ലാം ഇപ്പോഴും ജീവനോടിരിക്കുന്നു. അനന്തരം യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ എനിക്കും പ്രത്യക്ഷനായി. പുനരുത്ഥാനത്തിൻ്റെ ഔദ്യോഗിക സാക്ഷികളാണ് ഈ ഉള്ളത്. കേഫാവ്, ഈ ലേഖനത്തിൽ പത്രോസിന് കേഫാവ് എന്ന പേരാണ് കാണുന്നത്. കേഫാവിന് പ്രത്യക്ഷമായ കാര്യം സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം, കാരണം അത് നമുക്കൊരു പ്രാധാന്യമുള്ള വാക്യമാണ്. കാരണം ഈ വിവരം പൗലോസിന് പത്രോസിൽ നിന്ന് ലഭിച്ചതായിരിക്കാം. എന്നാൽ അതൊരു സന്ദർഭവശാൽ ആണ് ഈ കാര്യം സുവിശേഷത്തിൽ കാണുന്നത്. ലൂക്കോസ് 24:34 കർത്താവ് വാസ്തവമായി ഉയർത്തുന്നിട്ട് ശീമോന് പ്രത്യക്ഷനായി എന്നും കൂടിയിരുന്ന് പറയുന്ന 11 വരെയും 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. അത് 24:34 ശീമോന് പ്രത്യക്ഷനായി എന്ന് പറയുന്ന ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. മർക്കോസ് 16:7 നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ, അവൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ. ഇതും ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ള കാര്യമാണ് അവർ പറയുന്നത്. യോഹന്നാൻ 21:7 യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞ് കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അവിടെയും ഈ പറയുന്നുണ്ട് കേഫാവിന് പ്രത്യക്ഷനായ കാര്യം. ഞാനത് സെപ്പറേറ്റ് പറയാനായിട്ടുള്ള കാര്യം ഇതിൽ പറയുന്നത് കൊണ്ട് പറയുകയാണ്, ഈ സാക്ഷിയായിട്ട് പറയുന്ന കാര്യം പറയുന്നതുകൊണ്ട് പറഞ്ഞാൽ. ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രഥമ പ്രത്യക്ഷകളിലൊന്ന് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടായിരുന്നുവെന്ന് ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായിട്ടുണ്ട്. അത് നമുക്കിതിൽ നിന്നല്ല നമ്മൾ വായിച്ചല്ലോ. 12 എന്ന് പറയുന്ന ഗ്രൂപ്പ് അപ്പോസ്തല സംഘത്തിൻ്റെ പൊതുവെയുള്ള പേരാണ് സുവിശേഷത്തിൽ പറയുന്നത്. 12 പ്രത്യക്ഷനായി. അതിൻ്റെ റെഫറൻസസ് ഉണ്ട്. മത്തായി 28:16, ലൂക്കോസ് 24:33, അതുപോലെ യോഹന്നാൻ 20. ഇതിനകത്തെല്ലാം തന്നെ അവർക്കെല്ലാം പ്രത്യക്ഷനായി, 12 പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കോരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ ഇവരെല്ലാം തന്നെ അവിടെ ജീവിച്ചിരിക്കുന്നവരാണ് എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ്, അപ്പോസ്തല സാക്ഷികളായിട്ട് ആണ് പൗലോസ് ഇത് പറയുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നും അത് വിശ്വസിക്കാത്ത പലരും ഉണ്ട്. ഇപ്പം ക്രിസ്തീയ സമൂഹത്തിൽ പോലും ഉണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വിശ്വസിക്കാത്തവരുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് അവർക്കൊരു വലിയ താക്കീതായിട്ട് പൗലോസ് ഇവിടെ പറയുന്ന ഭാഗങ്ങളാണ്. നമുക്കിത് തുടർമാനമായി ചിന്തിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. കാരണം നമ്മൾ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അതുപോലെ പൗലോസ് ആ കൊരിന്ത്യ സഭയിലേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ചിന്തകൾ ഇതിൽ വരും. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ രേഖകളെ, തെളിവുകളെ തിരുവെഴുത്തിൽ നിന്നും അതുപോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്നും ഒക്കെ തിരയുകയായിരുന്നല്ലോ. ദൈവമേ, ഇതൊക്കെ ഞങ്ങൾക്കൊരു അറിവായിട്ടിരിക്കുകയല്ല, ഞങ്ങളുടെ ജീവിതങ്ങളിലെ ആ പുനരുത്ഥാനത്തിന് അനുഭവം വരുവാൻ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കർത്താവെ ഇന്നും മരിച്ച അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അവരൊക്കെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവെ നീ കരുണ കാണിക്കുകയും കൃപയൊരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, ഞങ്ങളുടെ എല്ലാ
കർത്താവെ നീഡഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്. അത് നിങ്ങൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അനേകം പാസ്റ്റേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ ഇത് എഡിറ്റിങ്, അതുപോലെ ഇതിൻ്റെ ഷൂട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് സൺഡേയിലുള്ള മീറ്റിങ്ങിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാനായിട്ട്, ലൈവ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.